ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട് പോവാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം അതിന് വേണ്ടി പോവാണ്. അപ്പം ഞാനും എൻ്റെ ഒരു 2 ഫ്രണ്ട്സും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ് പോയത്. ബസ്സിലാണെങ്കിൽ ആകെ മൊത്തം ചോറയാണ് ഗൈസ്. കാരണം കുറേ നേരം ഒരു സീറ്റിൽ തന്നെ ഇരിക്കണം, പിന്നെ ആ ഒരു വള്ളിക്കേസാണ്. അപ്പം പിന്നെ ഞങ്ങൾ ട്രെയിനിൽ പോകാമെന്ന് വെച്ചു. പിന്നെ ഇപ്പം കാണുന്നത് ഞങ്ങളുടെ ബ്യൂട്ടി കോൺഷ്യസ് അശ്വിനിനെയാണ്. കാരണം അവൾ കണ്ണെഴുതിയിട്ടില്ല വരുമ്പോൾ. അത് കാരണം അവൾ അപ്പോൾ ട്രെയിനിലിരുന്ന് കണ്ണെഴുതി കൊടുക്കുന്ന അശ്വിനിനെയാണ് കാണുന്നത് ഗൈസ്. ദിവ്യയാണ് എഴുതി കൊടുക്കുന്നത്. ഇവളാണ് അശ്വിനി ഗൈസ്. ഇനി വേറൊരു കുരിപ്പുണ്ട്, അതിൻ്റെ പേരാണ് ദിവ്യ. അപ്പോൾ എന്തിനാ കോഴിക്കോട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് വേണ്ടി ഒരു ആവശ്യത്തിന് വേണ്ടി പോവാണ്. അതാണ് മെയിൻ ഉദ്ദേശം. ഇവിടെ പക്ഷേ നടക്കുന്നത് വേറെ എന്തൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കുറേ സൊറ പറയുന്നുണ്ട്, കുറേ ഇരുന്ന് ചിരിക്കുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവൾക്ക് കുറേ ഇഷ്ടപ്പെടില്ല, വേറൊരു കുട്ടിക്ക് പൊട്ടിടണം, അങ്ങനെയൊക്കെ ആയിട്ട് പോണു ഗൈസ്. പിന്നെ ട്രെയിന് കയറിയ വീഡിയോസ് എടുക്കണം, ഫോട്ടോസ് എടുക്കണം, അതൊക്കെയാണല്ലോ മെയിൻ. അതെനിക്ക് ഫുഡ് കഴിച്ചു. ഫുഡ് ചപ്പാത്തിയും ഉള്ളിക്കറിയാണ് അവൾ കൊണ്ടുവന്നത്. അപ്പം അതിരുന്ന് കഴിച്ചു. അതിൻ്റെ ഇടയിൽ കൂടിയും കുറേ സൊറ പറയുന്നുണ്ട്. സൊറ പറച്ചിലാണല്ലോ മുഖ്യം. സോ അതാണ് എന്തൊക്കെയോ അവൾ ചെയ്യുന്നുണ്ട്. ഉള്ളിക്കറി ചപ്പാത്തി വെച്ച് തേക്കുക. അശ്വനിക്ക് ഫുഡും വേണം, മേക്കപ്പും വേണം. പക്ഷെ അപ്പുറത്തിരിക്കുന്ന കുരുപ്പിനൊന്നും വേണ്ട. അവൾ ആകെ കഴിച്ചത് ഒരു ചപ്പാത്തി, മുക്ക ചപ്പാത്തി. അത് കഴിഞ്ഞത് അവളും മതി പറഞ്ഞു. ഞാൻ വിട്ടതൊന്നുമല്ല, ഞാൻ 2 കയറ്റി. അങ്ങനെ തീറ്റയും സൊറപറച്ചിലൊക്കെ കഴിയുമ്പോഴേക്കും ഞങ്ങൾ കോഴിക്കോടെത്തി. കോഴിക്കോട് നിന്ന് ഒരു അരമണിക്കൂർ റണ്ണിങ് ഉണ്ട് യൂണിവേഴ്സിറ്റിക്ക്. എന്താണ് ചേരാളിയാ എന്താ ഒരു ബസ് കയറി. അങ്ങനെ ബസ് കയറിയതും അവർക്ക് 2 ആൾക്ക് ഇളക്കമായി. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ. ട്രെയിനിൽ വന്ന് ക്ഷീണിച്ചിട്ടാണ് വന്നത്. അവർക്കാണെങ്കിൽ ഉറക്കമേ ഇല്ല. അങ്ങനെ കുറച്ചു നേരം കൂടി ഇരിക്കുമ്പോഴേക്കും സ്ഥലം എത്തി ഗൈസ്. അവിടെ എത്തിയത് പിന്നെ 2 ഫ്രണ്ട്സിനെ കണ്ടു. പിന്നെ അവരിലൊപ്പം കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ അവർ പോയി. ഇനി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവർ പറയും. ഞാൻ വീഡിയോഗ്രാഫിന്റെ അസിസ്റ്റന്റ് ആണ്. നമുക്ക് പൂ എടുത്തിട്ടുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പരീക്ഷ ഭവനിലേക്ക് റീവാലുവേഷൻ സെന്ററിലേക്ക് പോയി. ഇനി നമ്മൾ ഇനി അടുത്തതായിട്ട് പോകാൻ പോകുന്നത് അറിയോ, പരീക്ഷാ ഭവനിലോട്ട് ഗൈസ്. പരീക്ഷാ ഭവൻ പറഞ്ഞത് ഇതാണ് കോളേജ്. കാംഫുള്ളായ സ്ഥലം. ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കോളേജിൽ പഠിക്കണം. ഇത് കണ്ടിട്ട് പറ, ഇത് നിങ്ങൾക്കൊരു കോളേജാണെന്ന് തോന്നുന്നുണ്ടോ? കാരണം വല്ല പാർക്കിൽ പോയിരുന്ന ഫീലാണ്. അവിടെ പാർക്കൊക്കെ ഉണ്ട്, അത് വേറെ. അവിടെ 4 മണിക്ക് ശേഷം ഓപ്പൺ ആവുള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അത് കാരണം അവിടെ പോകാനൊന്നും പറ്റില്ല. പക്ഷെ നല്ല വൈബ് ഉള്ള സ്ഥലം. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മിഠായി തെരുവിക്ക് പോയി. കോഴിക്കോട് വന്നിട്ട് മിഠായി തെരുവ് കാണാണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ബാഡ് ഫീൽ അടിക്കില്ല നമുക്ക്. അങ്ങനെ ഞങ്ങൾ കുറേയൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചു. കുറേ ക്ലിപ്പ്, കുറേ ഡ്രസ്സൊക്കെ വാങ്ങി. ഡ്രസ്സിൻ്റെ വീഡിയോ ഒന്നും ഇതിലിടാൻ പറ്റില്ല. കാരണം 2:20 ട്രെയിൻ. ഞങ്ങൾ 1:30 ആ ടൈം ആകുമ്പോഴാണ് ഇവിടെ എത്തിയത്. കാരണം അവിടെ കുറച്ച് വൈകി, കാരണം ഇവിടെയും വൈകി. അത് കാരണം ഡ്രസ്സ് എടുക്കണ വീഡിയോസ് ഒന്നുമില്ല. ഒരു 4 ടോപ്പ് എടുത്തു ഈ കടയിൽ നിന്ന്. ടോപ്പൊക്കെ എടുത്ത് നേരെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. വേഗമാണ് ഫുഡ് കഴിച്ചത്. കാരണം ട്രെയിൻ 2:20. അപ്പം അത്രേ ഉള്ളൂ. ബായ്.